ഇതെവിടെ നിങ്ങൾക്ക് പറയടാ പന്നളെ? അത് ഇവിടെ ഒരു ബിലീസ് ഉണ്ട്, മൂരി ഹൈദ്രോസ്. ഓൻ നമ്മുടെ മേക്കിട്ട് കയറി. അപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉറുമി എടുത്തോണ്ട് പോന്ന്. നമ്മൾ പറഞ്ഞു നോക്കി, നമ്മൾ മലപ്പുറം മൊയ്തീനെ തിരുമാരാണ്. പിന്നെ ഉറുമിയാട്ടി വരച്ചു നോക്കി, കേറ്റില്ല. ആ ഹിമാർ ചോദിക്കാണ്, ആരാ ഈ പന്നി മൊയ്തീൻ? ഓൻ ഹൈദ്രോസിനെ കണ്ടിട്ടുണ്ടോ? അതിന്റെ മൊയ്തീൻ ഉറുമി കുടിക്കാൻ അറിയോ? ഓനെ കണ്ട നിങ്ങള് വിറയ്ക്കൂലേ? ആ എന്തൊക്കെയാണ് ചോദിക്കണേന്ന് ഇല്ലേ? എവിടെടാ അവൻ? എതെങ്ങാറായിപ്പോ അഞ്ചു പേര് ഞാനെന്താ ചെയ്തേ? ഓൻ എവിടെന്നാ ചോദിച്ചേ? പൊന്നാര മൊയ്തീൻ, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മലപ്പുറത്ത് പൊക്കോളി. മൂരിന്റെ കാര്യം ഞമ്മളേറ്റ്. വേണ്ട, ഓന്റെ കഥ കഴിച്ചിട്ട് മലപ്പുറത്തേക്കുള്ളൂ. മൊയ്തീൻക, നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട. ഓൻ എന്തിനും മരിക്കാത്തവനാ. മലപ്പുറം മൊയ്തീൻ ആരാണെന്ന് ഞമ്മളോന് കാണിച്ചു കൊടുക്ക. എനിക്ക് ഉറുമി പിടിക്കാൻ അറിയോന്ന്. തമ്പുരാനെ, പിന്നെ എന്തെല്ലാം സംഭവിക്കാൻ ആര് കണ്ട്? നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും. വീണത് നമുക്ക് ബിദ്യയാക്കാം. അല്ല, നിങ്ങളുടെ ബിദ്യ കൊണ്ട് ഓം ചെയ്യാൻ പോണെന്ന്. എവിടാ ശൈത്താൻ? എവിടാ മൂരി? ഓനാ ചന്തപ്പരെ കാണുന്നേ. നിങ്ങൾ വരി. ഉച്ചിരുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാടാ മൂരി. മലപ്പുറം മൊയ്തീനെ വെല്ലുവിളിച്ച മൂരി എഴുതരുത്. തൊണ്ണണ്ടി പുറത്തിറങ്ങി വാടാ. മലപ്പുറം മൊയ്തീനെ ഈ അറിയില്ല അല്ലേ? എന്താണ്ടാ കുഞ്ഞാനെ? അച്ഛനും മൊയ്തീൻ വന്നില്ലായിരുന്നെങ്കിൽ നോക്ക്. എങ്ങനെ മൊയ്തീനെ അവിടുന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ നമ്മളെ കണ്ണി വെച്ചിട്ടാവും. നീ ഈ കസീസിനോട് പറഞ്ഞിട്ട് ഒരു കാർ ഏർപ്പാട് ചെയ്യാൻ പറയും. ചെല്ലി വേഗം.
കണ്ടോ എന്തായത് ഇവിടുത്തെ ക്രമസമാധാനം കണ്ടു ചെയ്യാൻ പറ്റില്ല ഞാനത് സമ്മതിക്കുന്നു. ഞാൻ എന്ത് പണിയായി കാണിച്ചു പഞ്ചായത്ത് ഇതാ പൂഴിക്കടകൻ മനസ്സിലാണ്. എന്റെ പൂഴിക്കടകിന് ശേഷമാണ് അവന്മാര് ശരിക്കും തോറ്റു തുടങ്ങിയത്. ഒരു പുല്ലല്ല എന്ത് പൂഴിക്കടകൻ, കണ്ണിൽ വന്നില്ല പൂഴിക്കടകൻ. എന്താ പറയണേ? ഈ എന്ത് കുന്തം ചെയ്തെന്നായി പറയണേ? എടാ എന്റെ അടിമാലി ഇന്ന് ചന്തല്ല ഇവിടെ. എന്റെ അടിമാലി ഈ വാച വന്നത് മൊയ്തീനിക്ക ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇടികൊണ്ട് ശരീരം സൂക്ഷിച്ചോണം. ഇന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഇത്ര കുരുത്തുള്ളവൻ വേറില്ല. കണ്ണൂർക്കാരനാ, ചെറുപ്പത്തിൽ കൂടെ എന്റെ കൂടെ. ഇന്റെ എല്ലാ അനുഗ്രഹവും തകഞ്ഞു കിട്ടിയവനാണ് അവൻ. അങ്ങനെ നിങ്ങൾ ഓനെ പുകയത്തൊന്നും വേണ്ട. ഓനും ഇന്നൊരു ചുവട് തെറ്റിച്ചിരിക്കണം. അപ്പൊ ഈ അത് കണ്ടുപിടിച്ചല്ലേ വായ. ശിഷ്യന്മാരാരും മോശക്കാരല്ല. ഓൻ ആ മൂരി ഹൈദ്രോസിനെ ഇടതുവശത്ത് നിന്ന് അടിച്ചപ്പോ അമർന്ന് പോകുന്നതിന് പകരം ഒന്നി അമരിയല്ലേ ചെയ്തത്. മജീദേ, ഈ അടവിന് നെന്നെ കഴിക്കാൻ ഒരു നായിന്റെ പോലും ഇല്ല. ആ രാധക്കുട്ടി എപ്പോഴാ വന്ന്? ഇന്നലെ രാത്രി. അപ്പൊ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. എന്താ ഉമ്മ ഇത്? ആമിനെക്കുട്ടിയെ കുഞ്ഞിലേക്ക് പിടിച്ചു കൊടുക്കുക? ഉമ്മയും സമ്മതിച്ചിട്ടാ ഇത്? നമ്മൾ സമ്മതിക്കോ മോളെ? ഈ അറിഞ്ഞില്ലേ ഇവിടെ ഉണ്ടായ കച്ചറുകളൊക്കെ? ആ എന്തെങ്കിലും പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതിനൊന്നും പടച്ചോനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തു വന്നാലും ഈ കല്യാണത്തിന് ഉമ്മ സമ്മതിക്കരുത്. എല്ലാം പഠിച്ചു മാഷേ. ഇനി നമ്മൾ കാണാണ്ട് പറയട്ടെ. ശരി. താമര പൊയ്കയില് പൂവുണ്ട്, പൂവിന് അയകുണ്ട്, തേനുണ്ട്, തേൻ കുടിച്ചിടാൻ ബണ്ടുണ്ട്, ബണ്ട് മുരണ്ട് വരണുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ മാഷ് കളിയാക്കുന്നു? കളിയാക്കിയതല്ല, അക്ഷരങ്ങളോട് കുറച്ച് വേഗം കാണിക്കില്ല അവന. ബണ്ടല്ല, വണ്ട്. ഈ ബണ്ടെന്ന് പറയുന്നത് നമ്മുടെ പാടത്തൊക്കെ വെള്ളം കെട്ടിടത്തില്ലേ, അതിനാണ് ബണ്ടെന്ന് പറയുന്നത്. കേട്ടോളൂ, ഞാൻ ചൊല്ലാം. താമര പൊയ്കയിൽ പൂവുണ്ട്, പൂവിനഴകുണ്ട്, തേനുണ്ട്, തേൻ കുടിച്ചിടാൻ വണ്ടുണ്ട്, വണ്ട് മുരണ്ട് വരുന്നുണ്ട്. ആ വണ്ടിനെ സൂക്ഷിക്കണം. തേൻ കുടിക്കാൻ സമ്മതിക്കരുത്. എപ്പോ വന്ന്? ഇതാ നമ്മൾ പറഞ്ഞ രാധ അല്ലേ? ഞാൻ അറിയാം, നാസർ മാഷ്. ഉമ്മ എന്നോട് എല്ലാം പറഞ്ഞു. ഉമ്മ വിളിക്കണം. ആമിന നടന്നു, ഞാൻ വരാം. ആമിനയുടെ മാഷെ ഒന്ന് പരിചയപ്പെടട്ടെ. മാഷെ, എങ്ങനെയുണ്ട് ആമിന? വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടുകാരി ഉണ്ടായിട്ടും ആമിന എന്താ പഠിക്കാഞ്ഞത്? സാഹചര്യങ്ങൾ അങ്ങനെയാ. കുറച്ചൊക്കെ മാഷിനെ അറിയില്ലേ? ആമിനയ്ക്ക് നല്ല ഗ്രാസ്പിംഗ് ആണ്. രാധ വിചാരിച്ചാൽ ആ കുട്ടിക്ക് ഇനിയും പഠിക്കാൻ കഴിയും. 2 ദിവസം കൂടി കഴിഞ്ഞാൽ എന്റെ ദൗത്യം കഴിയും. അപ്പോ മാഷ് പോവാണോ? ആ, ഞായറാഴ്ചയോടെ എന്റെ ക്ലാസ് തീരും. മാഷെ, പറയണോണ്ടൊന്നും തോന്നരുത്. ആമിനെ ആ കുഞ്ഞിലിനെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുക. സുഖം എന്താണെന്നറിയാത്തവളാ ആമിന. ഈ നരകത്തിൽ നിന്ന് എങ്ങനെയാ അവക്ക് രക്ഷ കിട്ടുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ മാഷെ കണ്ടത്. മാഷ് ഒരു പുരോഗമന ചിന്താഗതിക്കാരനല്ലേ? ഒരുപാട് സ്വത്തും മുതലും ഇല്ലെങ്കിലും ആമിന നല്ല കുട്ടിയാ. നിങ്ങൾ നല്ല ചേർച്ചയാ. എനിക്കറിയാം ആമിനക്കുട്ടിക്ക് നല്ലതേ വരൂ. മാഷ് പോണതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് മതി.